നമസ്കാരം. ഇന്ത്യയുടെ അയൽ രാജ്യമായിട്ടുള്ള ശ്രീലങ്കയിൽ കഴിഞ്ഞ ദിവസം നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ പ്രസിഡന്റ് ആയിരിക്കുകയാണ്. അത് അനുരകുമാര ദിസനായകെ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവാണ്. ജനതാ വിമുക്തി പെരുമന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദിനനായകെ 2000 മുതൽ അവിടുത്തെ പാർലമെന്റ് അംഗമാണ്. അഴിമതിക്കെതിരായി വളരെ ശക്തമായി നിലപാടെടുക്കുകയും ജനങ്ങളെ അഴിമതിക്കെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിൽ അണിനിരത്തുകയും ചെയ്യുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള അനുകുമാര ദിസനായകെ വർഷങ്ങളായി പാർലമെന്റ് അംഗമാണ്. അവിടുത്തെ സാധാരണക്കാരെയും തൊഴിലാളികളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികൾ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈ 2022 നടന്ന സാമ്പത്തിക പ്രതിസന്ധി മൂലം അവിടുത്തെ തൊഴിലാളികളെയും അതുപോലെ തന്നെ സാധാരണക്കാരെയും അവിടുത്തെ ജനങ്ങളെ ആകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയും ആ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള ആൾക്ക് രാജിവെക്കേണ്ടിയും വന്ന ഒരവസ്ഥ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ അനുര ദിസനായകെ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. 2ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് സജിത് പ്രേമദാസ എന്ന് പറയുന്ന മുൻ പ്രസിഡന്റ് കൂടിയാണ്. ആദ്യഘട്ട വോട്ടെണ്ണലിൽ 50% വോട്ട് കിട്ടിയില്ല എങ്കിലും രണ്ടാമത്തെ വോട്ടെണ്ണലിലാണ് 50%-ന് മേൽ വോട്ട് നേടി ഇപ്പോൾ ദിസനായകെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. നാഷണൽ പീപ്പിൾസ് പവർ എന്ന് പറയുന്ന മുന്നണിയാണ് ദിസനായകെ രൂപം കൊടുത്തത്. ആ മുന്നണിയിലെ നേതാവായിട്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദിസനായകെ നേതാവായി വരുന്നത്. ഇപ്പോ ഏകദേശം 42% വോട്ട് ആണ് ആദ്യം നേടിയതെങ്കിലും 2ാം റൗണ്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ 50%-ന് മേൽ വോട്ട് നേടിയാണിപ്പോൾ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശ്രീലങ്കയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും സാധാരണക്കാരുടെയും തൊഴിലാളികളുടെയും ഒക്കെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും ദിസനായകെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ടൂറിസം ഡിപ്പാർട്ട്മെന്റുമായി അല്ലെങ്കിൽ ടൂറിസം വിഭാഗവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് നമുക്കറിയാം. ആ ശ്രീലങ്കയുടെ സാമ്പത്തിക ഭദ്രത നേരത്തെ ഉണ്ടായിരുന്നത് ഈ ടൂറിസം വ്യാപിച്ചതോടുകൂടിയാണ് അവിടുത്തെ സാമ്പത്തികം മെച്ചപ്പെട്ടു നിന്നത്. എന്നാൽ അതിനെയെല്ലാം തകർക്കുന്ന രീതിയിലായിരുന്നു മുൻ പ്രസിഡന്റിന്റെ അവിടുത്തെ ഭരണ രീതികൾ. അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതിന്റെ ഫലമായിട്ടാണ് 2022 വൻ പ്രക്ഷോഭം ശ്രീലങ്കയിൽ ഉണ്ടായത്. അതിനുശേഷം നടന്ന ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ദിസനായകെ വൻ ഭൂരിപക്ഷത്തോടു കൂടി ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ദിസനായകെ നല്ല ഭൂരിപക്ഷത്തിൽ വന്നിരിക്കുകയാണ്. എന്തായാലും ജനാധിപത്യ വിശ്വാസികൾക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും രാജ്യങ്ങൾക്ക് തന്നെ ഈ ലോകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു മുന്നേറ്റം, പല രാജ്യങ്ങളിലും ഇടതുപക്ഷ ചേരികൾ ഇപ്പോൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലാണെങ്കിലും മറ്റ് ആഫ്രിക്കൻ ഭൂഖണ്ഡങ്ങളിലാണെങ്കിലും ചൈന നേരത്തെ തന്നെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോ അമേരിക്കൻ സാമ്രാജ്യത്വം ഏറ്റവും കൂടുതൽ നോട്ടമിട്ടിരിക്കുന്നത് ചൈനയാണ്. ആ ചൈന കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇതുപോലെ കമ്മ്യൂണിസ്റ്റ് ചേരികൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ത്യക്കും ഒരു മാതൃകയാക്കാവുന്ന ഒരു ഭരണമാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഒരു ഗവൺമെന്റ് ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇനി ഈ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പോൾ നിലവിൽ രൂക്ഷമായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പോലും അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു ഭരണമായിരിക്കും കാഴ്ചവെക്കുക എന്ന് ദിസനായകെ പ്രഖ്യാപിക്കുകയുണ്ടായി. എന്തായാലും ലോക രാഷ്ട്രങ്ങളിലുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു വിജയമാണ് ദിസനായകയുടെ വിജയം എന്ന് പറയാതിരിക്കാൻ വയ്യ.